റബ്ബർ കാർഷിക മേഖലകളുടെ സംരക്ഷണത്തിനായി സംസ്ഥാന പ്രക്ഷോഭത്തിന് തുടക്കം കുറിച്ച് കേരള കോൺഗ്രസിന്റെ ലോങ് മാർച്ച്. കടുത്തുരുത്തിയിൽ നിന്നും കോട്ടയത്തേക്ക് എക്സിക്യൂട്ടീവ് ചെയർമാൻ മോൻസ് ജോസഫ് MLA നയിച്ച മാർച്ച് തിരുനക്കരയിൽ സമാപിച്ചു. സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരേപോലെ റബ്ബർ കർഷകരെ അവഗണിക്കുകയാണെന്ന് സതീശൻ ആരോപിച്ചു. റബ്ബർ കർഷകർക്ക് വേണ്ടി UDF ഒറ്റക്കെട്ടായി പോരാടും. റബ്ബറിന്റെ പ്രസക്തി നഷ്ടപ്പെടുത്തുന്ന രീതിയിലാണ് കേന്ദ്രം പ്രവർത്തിക്കുന്നതെന്നും സംസ്ഥാന സർക്കാരിന്റെ മനോഭാവവും ഇതുതന്നെ. റബ്ബർ ബോർഡിന്റെ സഹായം കിട്ടാതെ കർഷകർ വിഷമിക്കുകയാണ്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് റബ്ബർ കൃഷി വ്യാപിപ്പിക്കാനാണ് ഇപ്പോൾ ബോർഡിന്റെ ശ്രമം. UDF സർക്കാർ റബ്ബർ വില സ്ഥിരതാ ഫണ്ട് ഏർപ്പെടുത്തിയതോടെ കർഷകരുടെ കയ്യിൽ പണമെത്തി. എന്നാൽ LDF പണം നൽകുമെന്ന് പറയുന്നത് കടലാസിൽ മാത്രമാണെന്നും സതീശൻ പറഞ്ഞു. കഴിഞ്ഞ വർഷം 8.5 ലക്ഷം പേരാണ് സഹായത്തിന് അപേക്ഷിച്ചത്. ഈ വർഷം 32,000 പേർ അപേക്ഷിച്ചപ്പോഴേക്കും വെബ്സൈറ്റ് ക്ലോസ് ചെയ്തെന്നും സതീശൻ പറഞ്ഞു. ഉൽപാദന ചെലവോ ടാപ്പിംഗ് ചെലവോ പോലും കിട്ടാത്ത വിധം റബ്ബറിന്റെ വിലയിടിഞ്ഞ സാഹചര്യമാണെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫ് MLA പറഞ്ഞു. വാഗ്ദാനങ്ങളെല്ലാം ഇടതു സർക്കാർ മറന്നു. കർഷകരുടെ ദുരിതം മാറ്റുന്നതിനുള്ള സമരവുമായി കേരള കോൺഗ്രസ് മുന്നോട്ടു പോകുമെന്നും ജോസഫ് പറഞ്ഞു. കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ PC തോമസ്, സെക്രട്ടറി ജനറൽ ജോയ് എബ്രാഹാം, ഡെപ്യൂട്ടി ചെയർമാൻമാരായ ഫ്രാൻസിസ് ജോർജ്, തോമസ് ഉണ്ണിയാടൻ, അബു ജോൺ ജോസഫ്, പ്രിൻസ് ലൂക്കോസ്, VJ ലാലി, MB ജോസഫ്, UDF ജില്ലാ കൺവീനർ ഫിൽസൺ മാത്യൂസ്, ജോസഫ് M പുതുശ്ശേരി, EJ അഗസ്റ്റി, വക്കച്ചൻ മറ്റത്തിൽ, C മോഹനൻ പിള്ള, ജില്ലാ പ്രസിഡന്റ് സജി മഞ്ഞക്കടമ്പിൽ, റബ്ബർ കർഷക സമരസമിതി കൺവീനർ മാഞ്ഞൂർ മോഹൻകുമാർ, വർഗീസ് മാമൻ, AK ജോസഫ്, വർഗീസ് വെട്ടിയാങ്കൽ, ജേസൺ ജോസഫ്, ബിനു ചെങ്ങളം, അജിത്ത് മുതിരമല എന്നിവർ പ്രസംഗിച്ചു. കടുത്തുരുത്തി ഗവൺമെന്റ് HSS സ്കൂൾ ജംഗ്ഷനിൽ ആരംഭിച്ച മാർച്ച് പദയാത്രയായാണ് 30 കിലോമീറ്റർ പിന്നിട്ട് തിരുനക്കരയിലെത്തിയത്. വിവിധയിടങ്ങളിൽ സ്വീകരണം നൽകി. ശ്രീ ഉമ്മൻചാണ്ടി സാർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും PJ ഉൾപ്പെടെയുള്ള ആളുകൾ മന്ത്രിസഭയിൽ അംഗങ്ങളുമായിരുന്ന കാലത്താണ് UDF ഗവൺമെന്റാണ് റബ്ബർ വില സ്ഥിരത ഫണ്ട് ഏർപ്പെടുത്തിയത്. അതിന് താങ്ങായിരുന്നു. അന്നത്തെ വിലയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കർഷകർക്ക് അതുവരെ ആശ്വാസമായിരുന്നു. അന്ന് UDF ഗവൺമെന്റ് അനുവദിച്ച പണം മുഴുവൻ, റബ്ബർ വില സ്ഥിരത ഫണ്ടിന് വേണ്ടി അനുവദിച്ച പണം മുഴുവൻ കർഷകരുടെ കൈകളിൽ കോടിക്കണക്കിന് രൂപ എത്തിയ സാഹചര്യമുണ്ടായി. ഇവിടെ കഴിഞ്ഞ വർഷം 500 കോടി രൂപയും ഈ വർഷം 600 കോടി രൂപയും LDF ഗവൺമെന്റ് അനുവദിച്ചു. കടലാസിൽ മാത്രമാണ് അനുവദിച്ചത്. പൂർണ്ണമായി മുഴുവൻ ഇതുവരെ കൊടുത്തിട്ടില്ല. ഈ ആനുകൂല്യം പൂർണ്ണമായി വിതരണം ചെയ്തിട്ടില്ല. 175 കോടി രൂപ മാത്രമാണ് വിതരണം ചെയ്തിട്ടുള്ളത്. ബാക്കി കോടിക്കണക്കിന് രൂപ വിതരണം ചെയ്യാനിരിക്കുന്നു. 600 കോടി രൂപ ഈ വർഷത്തെ റബ്ബർ വില സ്ഥിരത ഫണ്ടിന് നീക്കിവെച്ചിട്ട് 32,000 പേർ അപേക്ഷ കൊടുത്തപ്പോൾ അവരുടെ കംപ്ലീറ്റ് വെബ്സൈറ്റ് ക്ലോസ് ചെയ്ത് ആർക്കും അപേക്ഷിക്കാൻ പോലും പറ്റാത്ത ദൗർഭാഗ്യകരമായ സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നു. അപ്പൊ കേരള ഗവൺമെന്റ് ഈ വില സ്ഥിരത ഫണ്ടിൽ നിന്നും ഇനി കർഷകർക്ക് സഹായം കൊടുക്കേണ്ട എന്ന തെറ്റായ ഒരു തീരുമാനം എടുത്തിരിക്കുന്നു. ആ തീരുമാനത്തിനെതിരെ കൂടിയാണ് പ്രിയങ്കരായ മോൻസ് ജോസഫിന്റെ നേതൃത്വത്തിൽ ഈ ലോങ് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ഒരുപോലെയാണ് ഈ ആളുകളെന്ന റബ്ബർ കർഷകരോട് കാണിക്കുന്നു. യഥാർത്ഥത്തിൽ നമ്മുടെ WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട ആ നിയമം നിലവിൽ വന്നപ്പോൾ, ആ എഗ്രിമെന്റ് നിലവിൽ വന്നപ്പോൾ അതിനൊരു ക്ലോസ്, സേഫ് ഗാർഡ് ഡ്യൂട്ടി എന്ന് പറയുന്ന ഒരു ക്ലോസ്. ആ ക്ലോസ് അനുസരിച്ച് ഏതെങ്കിലും ഒരു ഇറക്കുമതി വർദ്ധിച്ചാൽ അത് ആ കാർഷിക മേഖലയിൽ ജോലി നഷ്ടമുണ്ടാകുക, തൊഴിൽ നഷ്ടമുണ്ടാകുക, സാമ്പത്തിക നഷ്ടമുണ്ടാകുക, ആ മേഖലയിലെ കർഷകരെ അത് ഗൗരവകരമായി ബാധിക്കുക. അങ്ങനെ ചെയ്താൽ ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിക്കുന്നതുൾപ്പെടെ ആ മേഖലയെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു വകുപ്പ് WTO കരാറിലുണ്ട്. സേഫ് ഗാർഡ് ഡ്യൂട്ടി എന്ന് പറയുന്നത് കേരളത്തിൽ WTO എന്നുണ്ട്. സംസ്ഥാന സർക്കാർ റബ്ബർ ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഈ ചെറുതാക്കി മാറ്റിയത് കൊണ്ട്, റബ്ബർ തോന്നുന്നത് ഇറക്കുമതി ചെയ്യുന്നത് കൊണ്ട്, സ്വാഭാവിക റബ്ബറിന് കേരളത്തിൽ മാർക്കറ്റില്ലാതെ വന്നതുകൊണ്ട് ഉണ്ടായിരിക്കുന്ന ഈ ഗുരുതരമായ നഷ്ടം, തൊഴിൽ നഷ്ടം, സാമ്പത്തിക നഷ്ടം, കേരളത്തിന്റെ സമ്പദ്ഘടനയ്ക്കുണ്ടായ ദുരന്തം, അതുപോലെ ഒരു മേഖലയുടെ മുഴുവൻ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിക്ക് വളരെ ദോഷകരമായ രീതിയിലുണ്ടായ മാറ്റം, ഇതെല്ലാം കൃത്യമായി ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ
നമുക്ക് ഈ ഇറക്കുമതി ചുങ്കം ഇനിയും വർദ്ധിപ്പിക്കാൻ കഴിയും. പക്ഷെ ദൗർഭാഗ്യകരമെന്ന് പറയേണ്ടു, ഈ കാര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും ഒരു മുൻകൈയും എടുത്തിട്ടില്ല. എന്താണ് LDF-ന്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനം? ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 250 രൂപ അല്ലേ? കഴിവെന്നാണ് പറയുന്നത്, താങ്ങുകയില്ല. അവരെ ഒരു കാരണവശാലും ഇപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല, അതിനെക്കുറിച്ച് മിണ്ടുന്നില്ല. റബ്ബർ കാർഷിക മേഖല മാത്രമല്ല, എല്ലാ കാർഷിക മേഖലയോടും പൂർണ്ണമായ അവഗണനയാണ്. നിങ്ങൾക്കറിയാം, കേരളത്തിൽ 50,000 ടൺ നാളികേരം സംഭരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് അനുമതി കൊടുത്തു. കേരളം സംഭരിച്ചത് എത്രയാണ്? 800 ടൺ. അതിൽ തന്നെ പകുതി തമിഴ്നാട്ടിൽ നിന്ന് വന്നിരിക്കുന്ന കള്ളക്കച്ചവടമാണ്, കൊപ്രയാണ്. തമിഴ്നാട്ടിൽ നിന്ന് എന്താണെന്നറിയാമോ? 50,000 ടൺ സംഭരിക്കാൻ അനുമതി കിട്ടിയപ്പോൾ 50,000 ടൺ സംഭരിച്ചു. പിന്നെ 34,000 ടൺ സംഭരിക്കാൻ അവർ പ്രത്യേക അനുമതി വാങ്ങി. തമിഴ്നാട് ഇതുവരെ സംഭരിച്ചത് 75,000 ടൺ നാളികേരം. കേരളം സംഭരിച്ചത് 800 ടൺ. 34 രൂപ കിട്ടുമായിരുന്നു കർഷകർക്ക്. ഒരു നടപടിയും സ്വീകരിച്ചില്ല. നാളികേര സംഭരണം പൂർണ്ണമായ പരാജയമാണ്. നെൽകർഷകരോട് എത്ര ക്രൂരതയാണ് ഗവൺമെന്റ് കാണിച്ചത്. നെൽകർഷകരുടെ നെല്ല് സംഭരിച്ചിട്ട് അവർക്ക് പണം കൊടുത്തില്ല എന്ന് മാത്രമല്ല, ബാങ്കുകളുമായി കൺസോർഷ്യം ഏർപ്പെടുത്തി ഒരു PRS കൊടുത്തു, പാരി റെസിപ്റ്റ് ഷീറ്റ്. അപ്പൊ സർക്കാരിന് സംഭരിക്കുന്ന പണം കർഷകന് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് ബാങ്കുമായിട്ട് ഒരു അറേഞ്ച്മെന്റ് ഉണ്ടാക്കി. ബാങ്ക് ഈ PRS ഹാജരാക്കുമ്പോൾ കർഷകർ അതിന്റെ പണം കൊടുക്കും. പക്ഷെ സർക്കാർ ബാങ്കിന് പണം കൊടുത്തില്ല കൃത്യസമയത്ത്. അപ്പോൾ കർഷകന്റെ അക്കൗണ്ടായി, അത് കർഷകന്റെ സ്വന്തം അക്കൗണ്ടായി മാറി കിട്ടാക്കടമായി NPA ആയി പ്രഖ്യാപിച്ചു. അതിന്റെ ദോഷഫലം എന്താ? ആ കർഷകരുടെ മുഴുവൻ സിബിൽ സ്കോർ മുഴുവൻ പോയി. ഒരു ബാങ്കിൽ നിന്നും ഈ പാവപ്പെട്ട കർഷകന് ലോൺ കിട്ടാത്ത സ്ഥിതിയാണ്. ഈ നവകേരള സദസ് ആരംഭിച്ചു കഴിഞ്ഞിട്ട് 4 നെൽ കർഷകരാണ് കേരളത്തിൽ ആത്മഹത്യ ചെയ്തത്. പ്രിയങ്കരായ നേതാക്കളെ, സഹോദരി സഹോദരന്മാർ, VD സതീശൻ കാര്യങ്ങൾ വിശദീകരിച്ചു. കേരളത്തിന്റെ ഏറ്റവും മുഖ്യമായ ഒരു കൃഷി, കേരള സമ്പദ്ഘടനയെ താങ്ങി നിർത്തുന്നു റബ്ബർ കൃഷി. ആ റബ്ബർ കൃഷി ഇന്ന് വലിയ പ്രതിസന്ധിയിലായിരുന്നു. ഉൽപാദന ചെലവ് പോലും വഹിക്കാൻ കഴിയാത്ത, ടാപ്പിംഗ് ചാർജ് പോലും കൊടുക്കാൻ കഴിയാത്ത നിലയിൽ റബ്ബറിന്റെ വില ഇടിഞ്ഞ പശ്ചാത്തലത്തിൽ റബ്ബറിന് ഒരു താങ്ങുവില എന്നുള്ള ആശയം കേരള കോൺഗ്രസ് പാർട്ടി പണ്ടുമുതലേ പറയുന്നു. ആ റബ്ബർ സംഭരണം ഇന്ന് പരാജയപ്പെടുത്തിയിരിക്കുന്നു. തങ്ങൾ അധികാരത്തിൽ വന്നാൽ ഒരു കിലോഗ്രാമിന് 250 രൂപ നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത പിണറായി സർക്കാർ അത് പാടെ വിസ്മരിച്ചിരിക്കുന്നു. ചുരുങ്ങിയത് 200 രൂപയെങ്കിലും ആക്കണമെന്ന് ഞാൻ വല്ല നിയമസഭയിൽ ആവശ്യപ്പെട്ടിട്ട് ഒരു പ്രതികരണവും ഉണ്ടായില്ല. അത് 2 കൊല്ലം മുമ്പുള്ള കാര്യമാണ്. 300 രൂപയെങ്കിലും ആക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നമുക്കറിയാം, റബ്ബർ കൊണ്ട് ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ, പ്രത്യേകിച്ച് ടയർ, അതിന്റെ വില എത്രയോ ഗണ്യമായി വർദ്ധിച്ചിരിക്കുന്നു, ഇപ്പോഴും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ആ വ്യവസായത്തെ നിലനിർത്തുന്ന ഈ റബ്ബറിന് സംരക്ഷണം കൊടുക്കാൻ കേന്ദ്ര ഗവൺമെന്റും തയ്യാറാകുന്നില്ല. കർഷകർ ഉപയോഗിക്കുന്ന ഇറക്കുമതി നയവുമായി മുന്നോട്ട് പോവുകയാണ്. കേരളത്തിലെ ഗവൺമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് വാഗ്ദാനം
കാർഷിക വിളകളും വിലയിടുവിൻ്റെ വലിയ ദുരിതത്തിലാണ്. നെല്ല് സംബന്ധിച്ച് പണം കൊടുത്തിട്ടില്ല. നാളികേരത്തിൻ്റെ സംഭരണം അതിനൊരു 42 രൂപയെങ്കിലും ആക്കണമെന്ന് ശ്രീ ഉണ്ണിയാണ്ട നേതൃത്വത്തിലുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഈ കേരക്കർഷക കൂട്ടായ്മ സംസ്ഥാനത്താണ് നടപ്പായിക്കൊണ്ടിരിക്കുന്നത്. ഈ അവസരത്തിൽ ഞാൻ ദീർഘമായൊരു പ്രസംഗത്തിന് മുതിരുന്നില്ല. ഇന്ന് ജാഥയിൽ ഉന്നയിച്ച വിഷയം പവറിന് ചുരുങ്ങിയ 300 രൂപ ആക്കണമെന്നുള്ളത് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള അതിശക്തമായ പോരാട്ടവുമായി കേരള കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് പോകും. അതിനുള്ള എല്ലാ പിന്തുണയും ഐക്യജനാധിപത്യ ഇതായ പിന്തുണ ശിവീരി സതീശിനോട് കർഷകർക്ക് നൽകുന്നുണ്ട്. ഈ അവസരത്തിൽ ഈ രംഗത്ത് കർഷകരുടെ ദുരിതം മാറ്റുവാനുള്ള സമരവുമായി, പ്രത്യേകിച്ച് റബ്ബർ കൃഷിക്കാരുടെ ഇന്നത്തെ പ്രതിസന്ധി പരിഹരിക്കുന്ന ആവശ്യവുമായി കേരള കോൺഗ്രസ് മുന്നോട്ട് പോകുന്നു. കാര്യങ്ങൾ ഇന്നലെ ഇങ്ങനെ സംസാരിച്ചാണ്, ആവർത്തിക്കുന്നില്ല. നേതാക്കന്മാരിവിടെയുണ്ട്. ഇതിൽ ധീരമായി നേതൃത്വം കൊടുത്ത ഈ മോൻസ് ജോസഫിനെ ഒരിക്കൽ കൂടി ഞാൻ അഭിനന്ദിക്കുന്നു. അദ്ദേഹത്തോടൊപ്പം ഇതിന് സഹകരിച്ച എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ വാക്ക് വെച്ചു. ഇവിടെ വളരെ വ്യക്തികൾക്കിടയിൽ ഇവിടെ കൃത്യമായി നമ്മുടെ ഈ കേരള കോൺഗ്രസ് പാർട്ടിയുടെ കർഷക സമ്മേളനത്തിലേക്ക് എത്തിച്ചേർന്ന എന്റെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി.ഡി. സതീശൻ അവർക്ക് കേരള കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ പേരിൽ പാർട്ടി ചെയർമാൻ പി.ജെ. ജോസഫ് സാറിന്റെ പേരിൽ ഈ കർഷക ലോങ് മാർച്ചിന്റെ പേരിൽ പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് കേരള കോൺഗ്രസ് പാർട്ടിയുടെ ആദരണീയനായ ചെയർമാൻ ശ്രീ പി.ജെ. ജോസഫ് സാറാണ്. കേരളത്തിൽ നിരവധിയായ കർഷക പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള ഏറ്റവും ശക്തനായ കർഷക നേതാവാണ് നമ്മുടെ പ്രിയപ്പെട്ട പി.ജെ. ജോസഫ് സാറിന്റെ അഭിമാനത്തോടുകൂടിയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. എത്രയോ മാർച്ചുകളിലാണ് നമ്മൾ പങ്കെടുത്തിട്ടുള്ളത്. നെല്ലുകളിലും കോട്ടയത്തേക്ക് നടത്തിയ കർഷക മാർച്ചിൽ KSUയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോൾ മുഴുവൻ ദിവസവും നടന്നുകൊണ്ട് പങ്കെടുത്തത് ഞാൻ ഓർക്കുകയാണ്. പ്രിയപ്പെട്ട പി.ജെ. ജോസഫ് സാറിന്റെ നേതൃത്വത്തിൽ നടന്ന കേരള വികാസ് യാത്ര, കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് നടത്തിയ കേരള വികാസ് യാത്രയിൽ നമ്മളെല്ലാം പങ്കാളികളായവരാണ്. ഇന്ത്യയുടെ റെയിൽവേ വികസനം കേരളത്തിന് ഗുണകരമാവുന്ന വിധത്തിൽ ഹൈസ്പീഡ് റെയിൽ കോറിഡോർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്നത്തെ റെയിൽവേ സംവിധാനം മെച്ചപ്പെട്ടതാക്കിക്കൊണ്ട് നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുംബൈ കന്യാകുമാരി ഏറ്റവും ശ്രദ്ധേയമായ നമ്മുടെ ഒരു റെയിൽ ജാഥ പാർട്ടിയുടെ ചെയർമാൻ ശ്രീ പി.ജെ. ജോസഫ് സാറാണ് നേതൃത്വം നൽകി നയിച്ചിട്ടുള്ളത്. കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചരിത്രത്തിൽ കോട്ടയം തിരുനക്കര മൈതാനത്തിൽ നിന്ന് ആരംഭിച്ച് തൊടുപുഴയിൽ സ്ഥിരമായി നടത്തിക്കൊണ്ടിരുന്ന സംസ്ഥാന കാർഷിക മേള കേരളത്തിലെ കർഷക ജനതയ്ക്ക് ആത്മവിശ്വാസം പകർന്നിട്ടുള്ള ശ്രദ്ധേയമായ കർഷക സംഗമങ്ങളായിരുന്നു. ഇത്തരത്തിൽ കേരളത്തിലെ കൃഷിക്കാർക്ക് വേണ്ടി നിരന്തരമായി പ്രവർത്തിച്ചത് മാത്രമല്ല, ഭരണരംഗത്ത് വരാൻ അവസരം കിട്ടിയപ്പോഴെല്ലാം കേരളത്തിലെ കർഷക മക്കൾക്ക് വേണ്ടി, കേരളത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ഭരണരംഗത്ത് കാര്യക്ഷമതയുടെ നടപടികൾ സ്വീകരിച്ച, അഴിമതിരഹിതമായ ഭരണ സംവിധാനത്തെ മുന്നോട്ട് നയിച്ച, കേരളത്തിൽ സംശുദ്ധമായ രാഷ്ട്രീയ ജീവിതത്തിന്റെ ഉടമയായ കേരളത്തിലെ കർഷക മക്കൾക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന കേരള കോൺഗ്രസിന്റെ ഏറ്റവും സീനിയർ നേതാവ്, ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രഥമ കൺവീനർ, കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ പ്രിയപ്പെട്ട പി.ജെ. ജോസഫ് സാറാണ് ഇതുപോലെയുള്ള പരിപാടികൾക്ക് നമുക്ക് കരുത്തു പകരുന്നതും പ്രചോദനമാകുന്നതും എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് റബ്ബർ കൃഷിക്കാർക്ക് വേണ്ടി, നാളികേര കൃഷിക്കാർക്ക് വേണ്ടി, നെൽ കർഷകർക്ക് വേണ്ടി, അതുപോലെ മറ്റെല്ലാ കാർഷിക ഉൽപ്പന്നങ്ങൾക്കും വേണ്ടി പോരാട്ടത്തിന്റെ പാതയിൽ നിൽക്കുവാൻ പാർട്ടിയുടെ ഘടകങ്ങളെ ആഹ്വാനം ചെയ്യുകയും കേരള കോൺഗ്രസ് പാർട്ടിയോടൊപ്പം കേരള കർഷക യൂണിയനെ സമരരംഗത്തേക്ക് നയിക്കുകയും ചെയ്ത പാർട്ടി ചെയർമാൻ ശ്രീ പി.ജെ. ജോസഫ് സാറാണ് നമ്മുടെ ഏറ്റവും വലിയ കരുത്ത്.